സൂറത്തുൽ മാഇദയിലെ 60 വാക്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. 60-ാമത്തെ വാക്യത്തിൽ ഉൾപ്പെടെ ഒരുപാട് വാക്യങ്ങളിൽ കടുത്ത വംശീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള പരദൂഷണം പറച്ചിലിൻ്റെ ഒരു പരമ്പരയാണ് ഖുർആനിൽ ജൂതന്മാർക്കെതിരെ നമ്മൾ കണ്ടത്. അത്തരം പരദൂഷണം പറച്ചിലിൻ്റെ ഒരു പാരമ്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 60-ാമത്തെ വാക്യം ഞാൻ ഒരിക്കൽ കൂടെ വായിച്ചുകൊണ്ട് തുടർന്നുള്ള വാക്യങ്ങളിലേക്ക് കടക്കാം. പറയുക, അള്ളാഹുവിൻ്റെ അടുക്കൽ ഇതിനേക്കാൾ മോശമായ പ്രതിഫലമുള്ളവരെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ആരാണോ അള്ളാഹുവിൻ്റെ കോപത്തിനും ശാപത്തിനും പാത്രമായത്, ആരിൽ നിന്നാണോ ചിലരെ അള്ളാഹു കുരങ്ങന്മാരും പന്നികളുമാക്കി മാറ്റിയത്, അവരും പിന്നെ പിശാചിന് അടിമപ്പെട്ടവരുമാണ് ഏറ്റവും നികൃഷ്ട പദവിയിലുള്ളവരും നേർവഴിയിൽ നിന്ന് അങ്ങേയറ്റം തെറ്റിപ്പോയവരും. അള്ളാഹുവിൻ്റെ കോപത്തിനും ശാപത്തിനും ഇരയായവർ എന്നാണ് ഇവിടെയും ഖുർആനിൽ മറ്റ് പലയിടത്തും ജൂതന്മാരെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതാണ് മുസ്ലിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഓതുന്ന ഫാത്തിഹ സൂറത്തിലും അള്ളാഹുവിൻ്റെ കോപത്തിനിരയായവർ അവരുടെ കൂട്ടത്തിലാക്കല്ലേ എന്ന പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുന്നത്. അള്ളാഹുവിൻ്റെ കോപത്തിനിരയായവരും അള്ളാഹുവിൻ്റെ ശാപത്തിനിരയായവരുമാണ് ജൂതവംശത്തിൽ പിറന്നവർ എന്ന മട്ടിലാണ് വംശീയ വിദ്വേഷം ഈ ഖുർആനിൽ കുത്തിനിറച്ചു വെച്ചിട്ടുള്ളത്. അവരെ കുരങ്ങൻ്റെയും പന്നിയുടെയും സന്തതികളെ എന്ന് മുഹമ്മദ് പല സന്ദർഭത്തിലും വിളിച്ചതായി ചരിത്രത്തിലുണ്ട്. മുഹമ്മദ് വിളിച്ചത് അള്ളാഹുവും ഏറ്റു പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നാട്ടുകാരും അങ്ങനെ വിളിച്ചിരുന്നു ജൂതന്മാരെ എന്ന് തഫ്സീറുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ, ഈ സൂക്തം അവതരിപ്പിച്ചപ്പോൾ വേദക്കാരെ കളിയാക്കി കുരങ്ങ് പന്നികളുടെ സഹോദരങ്ങളെ എന്ന് വിളിച്ച് മുസ്ലിങ്ങൾ പരിഹസിക്കുകയുണ്ടായി. അവർ ഇളിഭ്യരായി ശിരസ് താഴ്ത്തി. റാസി എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ അന്നത്തെ കാട്ടറബികൾ അവർക്ക് വിദ്വേഷമുണ്ടായിരുന്ന, അല്ലെങ്കിൽ മുഹമ്മദ് കൃത്രിമമായി വിദ്വേഷം ജനിപ്പിച്ച ഒരു വിഭാഗത്തെ കുരങ്ങുകളും പന്നികളും എന്ന് വിളിച്ചു, കുരങ്ങിൻ്റെയും പന്നികളുടെയും സന്താനങ്ങളെ എന്ന് വിളിച്ച് കളിയാക്കി. ബനു ഖുറൈദ ഗോത്രക്കാരെ വളഞ്ഞ് അവരെ കീഴ്പ്പെടുത്തുന്ന സമയത്ത് മുഹമ്മദ് അവിടെ നിന്നുകൊണ്ട് അവരുടെ കോട്ടയിലേക്ക് നോക്കി ഇതേ കാര്യങ്ങൾ വിളിച്ചു പറയുന്നതായിട്ട് ചരിത്രത്തിലുണ്ട്. കുരങ്ങിൻ്റെയും പന്നിയുടെയും സന്തതികളെ, നിങ്ങൾ കൂരൻ കെണിയിൽ കുടുങ്ങിയതുപോലെ ഇപ്പം കുടുങ്ങിയില്ലേ, നിങ്ങളെ രക്ഷിക്കാൻ ആരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യരെ അങ്ങേയറ്റം നീചമായ രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് മുഹമ്മദ് അട്ടഹസിക്കുന്നതായിട്ട് ചരിത്രത്തിലുണ്ട്. അപ്പോൾ അന്നത്തെ കാട്ടറബികളുടെ സംസ്കാരം അത് തന്നെയായിരുന്നു മുഹമ്മദിൻ്റെ സംസ്കാരം. ആ മുഹമ്മദിൻ്റെ അള്ളാഹുവിൻ്റെ സംസ്കാരവും അത് തന്നെയാണ്. പ്രപഞ്ച സൃഷ്ടാവായ ഒരു പടച്ചോൻ തൻ്റെ സൃഷ്ടികളായ മനുഷ്യരെ വംശങ്ങളാക്കി വേർതിരിച്ച് ആ വംശങ്ങളുടെ പേരിൽ വംശീയമായ വിദ്വേഷം മനുഷ്യരുടെ നാവിലൂടെ വിളിച്ചു പറഞ്ഞു എന്ന് വിശ്വസിക്കണമോ, അതോ അന്നത്തെ സംസ്കാരശൂന്യരായ മനുഷ്യർ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് വിശ്വസിക്കണമോ എന്നത് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് വിടേണ്ട കാര്യമാണ്. ഞാൻ അടുത്ത വാക്യം വായിക്കാം. നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ഞങ്ങളും വിശ്വസിച്ചു എന്ന് പറയും അവർ. വാസ്തവത്തിൽ കുഫ്റുമായാണ് അവർ കടന്നു വന്നത്, കുഫ്റുമായി തന്നെയാണ് അവർ പുറത്തു പോയതും. അവർ മറച്ചു വെച്ചത് എന്തായിരുന്നുവെന്ന് അള്ളാഹുവിന് നന്നായി അറിയാം. ഇവിടെ മുഹമ്മദ് മദീനയിൽ അധികാരം ഉറപ്പിച്ച് കുറേ ജൂതഗോത്രങ്ങളെ കൂട്ടക്കൊല ചെയ്തു, കുറേ ജൂതഗോത്രങ്ങളെ ആട്ടി ഓടിക്കുകയും ഒക്കെ ചെയ്ത ആ ഒരു സന്ദർഭത്തിൽ അവശേഷിച്ചിരുന്ന ജൂതന്മാരിൽ ചിലർ മുഹമ്മദിൻ്റെ അടുത്ത് വന്ന് ഞങ്ങളും മുഹമ്മദിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുമായിരുന്നു, അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ വന്ന് പറയുന്നവരെ കുറിച്ച് മുഹമ്മദിന് അത്ര വിശ്വാസം തോന്നിയിരുന്നില്ല. അവർ ആത്മരക്ഷാർത്ഥം പറയുന്നതാണ് എന്ന് തോന്നിയ മുഹമ്മദ് അങ്ങനെയുള്ള ആളുകളെ പ്രത്യേകം എടുത്ത് കുറ്റം പറയുകയാണ്. അവർ ഇവിടെ വന്നിട്ട് വിശ്വസിച്ചു എന്ന് പറയും, പക്ഷേ അവർ വരുന്നത് കുഫറും കൊണ്ടാണ്, അവിശ്വാസം കൊണ്ടാണ്. അവർ പോകുന്നതും അവിശ്വാസം കൊണ്ടാണ്. വാസ്തവത്തിൽ അവർ നിഷേധികൾ തന്നെയാണ്, അവിശ്വാസികൾ തന്നെയാണ്. അവരുടെ മനസ്സിൽ മറച്ചു വെച്ചതൊക്കെ അള്ളാഹു അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് വീമ്പ് പറയാണ്. അപ്പോൾ വളരെ സ്വാഭാവികമാണ്. കാരണം മുഹമ്മദ് വാളുകൊണ്ട് കീഴ്പ്പെടുത്തിയതിൻ്റെ ഫലമായിട്ട് ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ വന്ന് പറയുന്നത് എന്നുള്ളത് മുഹമ്മദിന് മനസ്സിലാവും, നാട്ടുകാർക്കൊക്കെ മനസ്സിലാവും, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് അള്ളാഹുവിനറിയാം എന്നിവിടെ വീമ്പ് പറയുകയാണ് മുഹമ്മദ്. ഇനി ഇവിടെ ഈമാൻ കാര്യങ്ങളിൽ ഒരു കാര്യത്തെ തന്നെ നിഷേധിക്കുന്നതിന് ഈ വാക്യം എങ്ങനെയാണ് കാരണമാകുന്നത് എന്ന് റാസി നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരുന്നൊരു ഭാഗമുണ്ട്. അത് ഞാൻ വായിക്കാം. അവരുടെ പ്രവേശനത്തിൻ്റെയും പുറപ്പാടിൻ്റെയും സമയങ്ങളിൽ അവരിൽ അവിശ്വാസം ചാർത്തിപ്പറഞ്ഞത് ആക്ഷേപകരമായ നിലക്കാണ് എന്ന് മുഅ്തസിലികൾ പറയുന്നു. വഹും ഖദ് എന്ന വാക്യം വഴി ഇതിന് ഊന്നൽ കൊടുക്കുകയായിരുന്നു. കുഫ്ർ അള്ളാഹുവിൽ നിന്നല്ല, പ്രത്യുത മനുഷ്യനിൽ നിന്നാണ് എന്ന് ഈ സൂക്തം തെളിയിക്കുന്നു എന്നർത്ഥം. ഇവിടെ മുഅ്തസിലികളുടെ വാദം ഈമാൻ കാര്യങ്ങളിലെ 6ാമത്തെ കാര്യമായ ഖദർ ഖള തെറ്റാണ്, അങ്ങനെ ഒരു വിശ്വാസം
യുക്തിക്ക് നിരക്കുന്നതല്ല, അത് ഇസ്ലാമിൻ്റെ ഭാഗമായി നമ്മൾ എടുക്കേണ്ടതില്ല എന്നായിരുന്നു ആ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന അല്പം ചിന്താശേഷി ഉണ്ടായിരുന്ന വിഭാഗം മുഅ്തസിലിയ വിഭാഗക്കാരുടെ വിശ്വാസം. അവർക്ക് ഈമാൻ കാര്യങ്ങൾ 5 ഉള്ളൂ. 6ാമത്തെ ഖദറും കഥയും അവർ തള്ളിക്കളഞ്ഞിരുന്നു. ഖദറും കഥയും വരികയാണെങ്കിൽ പിന്നെ ഈ കഥയ്ക്ക് യാതൊരു അർത്ഥവുമില്ല. സാമാന്യ യുക്തി ഉണ്ടെങ്കിൽ ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എന്താണ് ഖദറും കഥയും? കുഫ്ർ, അവിശ്വാസം അള്ളാഹുവിൽ നിന്ന് വരുന്നതാണ്. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്ന് തന്നെ വരുന്നതാണ്. ആരൊക്കെ അവിശ്വസിക്കണം, ആര് വിശ്വസിക്കണം എന്നതുൾപ്പെടെ മനുഷ്യർ ചെയ്യേണ്ട തെറ്റുകളും ശരികളും ഒക്കെ അള്ളാഹു നിശ്ചയിച്ച് അള്ളാഹു തീരുമാനിച്ചു വെച്ചതാണ് എന്ന വിശ്വാസമാണ് വിധിവിശ്വാസം. ആ വിധിവിശ്വാസം ഇസ്ലാമിൻ്റെ ഈമാൻ കാര്യങ്ങൾ എന്ന വിശ്വാസ കാര്യങ്ങളിലെ 6ാമത്തെ കാര്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതിനെ നിഷേധിച്ചവരാണ് മുഅ്തസിലികൾ. ആ മുഅ്തസിലികൾ അതിനെ നിഷേധിക്കുന്നതിന് ഖുർആനിൽ നിന്ന് തന്നെയുള്ള വൈരുദ്ധ്യങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ടാണ് തെളിവ് ഹാജരാക്കിയിരുന്നത്. ഈ ആയത്തിനെയും അവർ തെളിവായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ അവിശ്വാസികൾ എന്ന നിലക്ക് ജൂതന്മാരെ അള്ളാഹു കഠിനമായ ഭാഷയിൽ കുറ്റം പറയുന്നുണ്ട്. അവരുടെ അവിശ്വാസം അള്ളാഹു തന്നെ തീരുമാനിച്ചതാണെങ്കിൽ പിന്നെ അള്ളാഹു അവരെ അങ്ങനെ ചീത്ത പറയേണ്ടതില്ലല്ലോ എന്ന വാദമാണ് മുഅ്തസിലിയാക്കൾ ഇവിടെ ഉന്നയിക്കുന്നത് എന്നും പറഞ്ഞ് ഖുർആനിലെ ഈ വൈരുദ്ധ്യം ഒന്നുകൂടെ നമ്മുടെ മുമ്പിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണ് ഫഖ്റുദ്ദീൻ റാസി എന്ന മുഫസ്സിർ. എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളത് അജ്ഞാതമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ തഫ്സീർ വായിക്കുന്ന ചിന്തിക്കുന്ന ആളുകൾ ഈ വിശ്വാസം വിട്ടു പൊയ്ക്കോട്ടെ എന്ന ഒരു ദുരൂഹമായ ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ എന്ന് പോലും ഈ തഫ്സീർ വായിക്കുമ്പോൾ പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ വിശ്വാസികളിൽ സംശയം ജനിപ്പിക്കാൻ വേണ്ടി എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ എടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നത് ഒരു ചോദ്യമാണ്. അടുത്ത വാക്യം 62. അവരിലധികം ആളുകളും പാപത്തിലും അതിക്രമത്തിലും നിഷിദ്ധ ഭോജനത്തിലും കിടമത്സരം നടത്തുന്നത് നിനക്ക് കാണാം. അവർ പ്രവർത്തിച്ചു വന്നത് എത്ര നികൃഷ്ടം. ജൂതന്മാരെക്കുറിച്ചാണ് ഈ പറയുന്നത്. ജൂതന്മാർ മുഴുവൻ മഹാപാപികളാണ്, അതിക്രമകാരികളാണ്. അവർ നിഷിദ്ധമായതാണ് ഭക്ഷിക്കുന്നത്. അവർ പരസ്പരം ആ കാര്യത്തിൽ പാപവും തെറ്റും ചെയ്യുന്ന കാര്യത്തിലാണ് കിടമത്സരം നടത്തുന്നത്. അവർ എത്ര നികൃഷ്ടരാണ് എന്ന്. ഏത് അള്ളാഹുവാണ് ഇത് പറയുന്നത്? ആ അള്ളാഹുവിൻ്റെ കോലം അടുത്ത് ഇനി ഇതേ സൂറത്തിൽ തിരികെ വെച്ച മറ്റൊരു വാക്യത്തിലും നേരത്തെ നമ്മൾ അൽബക്കറയിലോ മറ്റോ വായിച്ചു പോയ ഒരു സൂക്തത്തിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ജൂതന്മാരെ പുകഴ്ത്തിക്കൊണ്ട് ഈ ഖുർആനിൽ നിരവധി വാക്യങ്ങൾ മുമ്പ് വന്നിട്ടുണ്ട്. മക്കക്കാരോട് നിങ്ങൾക്ക് ഞാൻ പ്രവാചകനാണ് എന്ന കാര്യത്തിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ജൂതന്മാരോട് പോയി ചോദിച്ചു നോക്കി, അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്ന മണ്ടത്തരം വരെ ഈ ഖുർആനിൽ ഉണ്ട്. അങ്ങനെ പുകഴ്ത്തി പറഞ്ഞ അതേ ജൂതന്മാരെക്കുറിച്ചാണ് ഇവിടെ ഈ പറയുന്നത്. അവരിൽ അധിക പേരും പാപികളും അതിക്രമകാരികളും നിഷിദ്ധമായത് തിന്നുന്നവരും അത്തരം കാര്യങ്ങളിൽ കിടമത്സരം നടത്തുന്നവരുമായ നികൃഷ്ട ജന്തുക്കളാണ് എന്നാണ് ഇവിടെ അധിക്ഷേപം ചൊരിയുന്നത്. വംശീയമായ അധിക്ഷേപമാണ് ഇവിടെ ചൊരിയുന്നത്. ഇത് ആരുടെ തൊള്ളയിൽ കൂടെയാണ് ഈ അള്ളാഹു എന്ന പടച്ചോൻ ഇത് പറയുന്നത്? നിഷിദ്ധമായ ഭോജനം നിനക്ക് മാത്രം ഞാൻ ഹലാലാക്കി തന്നിരിക്കുന്നു, വേറെ പ്രവാചകന്മാർക്ക് പോലും ഹലാലാക്കി കൊടുത്തിട്ടില്ല എന്ന അറുവഷളത്തരം വെളിപാടാക്കി അവതരിപ്പിച്ച അതേ അള്ളാഹുവാണ് ഇവിടെ ഇത് പറയുന്നത്. എന്താണ് മുഹമ്മദിനോട് അള്ളാഹു പറഞ്ഞത്? ലോകത്ത് ഒരുപാട് പ്രവാചകന്മാരെ ഞാൻ അയച്ചിട്ടുണ്ട്. ഒടുക്കത്തെ പ്രവാചകനായിട്ട് അയച്ച ആളാണ് നിന്നെ. മറ്റ് പ്രവാചകന്മാർക്ക് ഒന്നും കൊടുക്കാത്ത ഒരു പ്രത്യേക പ്രിവിലേജ്, പ്രത്യേക അവകാശം നിനക്ക് ഞാൻ അനുവദിച്ച് തന്നിട്ടുണ്ട്, ഹലാലാക്കി തന്നിട്ടുണ്ട്. അതെന്താണ്? ആരാൻ്റെ മുതൽ കൊള്ളയടിച്ചു കൊണ്ടെന്ന് പുട്ടടിച്ചോ, അതിന് ഞാൻ നിനക്ക് അനുവാദം തന്നിരിക്കുന്നു എന്ന് ഈ ഖുർആനും ഹദീസുകളും അത് വ്യക്തമാക്കുന്നുണ്ട്. ബാരാൻ്റെ മുതൽ കൊള്ളയടിച്ചിട്ട് അത് ഭുജിക്കാൻ പറഞ്ഞ് അതനുസരിച്ച് മദീനയിലെ 10 കൊല്ലം മുഹമ്മദിൻ്റെ ഡസൻ കണക്കിന് ഭാര്യമാരും ഉൾക്കൊള്ളുന്ന കുടുംബങ്ങളെല്ലാവരും മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബികളും അടക്കം ആ കൗമ് മൊത്തം, ആ സമുദായം മൊത്തം ഭുജിച്ചിരുന്നത് അന്യരധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് പാത്തും പതുങ്ങിയും ചെയ്ത് ആക്രമിച്ച് കൊള്ള ചെയ്തുകൊണ്ട് ആ കൊള്ള മുതലാണ് ഭുജിച്ചുകൊണ്ട് ജീവിച്ചിരുന്നത്. മുഹമ്മദിൻ്റെ കൂടെയുള്ളവർ, മുഹമ്മദിൻ്റെ കുടുംബാംഗങ്ങൾ അവിടെ കൃഷി നടത്തിയിരുന്നോ, ഫാം നടത്തിയിരുന്നോ, അവിടെ കച്ചവടം നടത്തിയിരുന്നോ, അവിടെ കുടിൽ വ്യവസായം നടത്തിയിരുന്നോ, അവിടെ എന്തെങ്കിലും തൊഴിൽ ചെയ്തിരുന്നോ എന്ന് നിങ്ങൾ ഇസ്ലാമിൻ്റെ ചരിത്രം ഒന്ന് തുറന്ന് വായിച്ചു നോക്കുക. എങ്ങനെയാണ് അവർ ഉപജീവനം നടത്തിയത്? മദീനയിലെ 10 കൊല്ലം മുഹമ്മദിൻ്റെ കൂടെയുള്ളവരും ഉപജീവനം നടത്തിയത്. തുടർന്ന് മുഹമ്മദിൻ്റെ മരണശേഷം മറ്റു ഖലീഫമാരുടെ നേതൃത്വത്തിൽ
ഈ അറബികൾ എങ്ങനെയാണ് ഉപജീവനത്തിന് സമ്പത്തുണ്ടാക്കിയത് എന്ന് നിങ്ങൾ പരിശോധിക്കുക. കൊള്ളയായിരുന്നു. ആ കൊള്ളയ്ക്ക് മറ്റു പ്രവാചകന്മാർക്കില്ലാത്ത അനുവാദം മുഹമ്മദിന് ഞാൻ നൽകി എന്ന് ഒരു ഉസുറും പുളിയില്ലാതെ വിളിച്ചു പറഞ്ഞ അതേ പടച്ചോൻ അതേ പ്രവാചകൻ്റെ തൊള്ളയിൽ കൂടെയാണ് ജൂതന്മാർ നിഷിദ്ധമായത് ഭുജിക്കുന്നു എന്ന് കുറ്റം പറയുന്നത്. ജൂതന്മാർ നിഷിദ്ധമായത് ഭുജിക്കുന്നു എന്ന് പറയുന്നത് അവർ പലിശ വാങ്ങുന്നു, അവർ കൈക്കൂലി വാങ്ങുന്നു, അവർ മദ്യം വിൽക്കുന്നു, അവർ പട്ടീനെ വിൽക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവർ പണം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് ജൂതന്മാരുടെ ഉപജീവന മാർഗം നിഷിദ്ധ മാർഗമാണ് എന്നിവിടെ കുറ്റപ്പെടുത്തുന്നത്. പക്ഷേ ജൂതന്മാർ അതൊക്കെ ചെയ്തിരുന്നുവെങ്കിലും അവർ മറ്റുള്ളവർ സമ്പാദിച്ചു വെച്ചത് പോയിട്ട് പാത്തും പതുങ്ങി ചെന്ന് കൊള്ളയടിച്ചു കൊണ്ടെന്ന് പുട്ടടിച്ചിട്ടില്ല. അതിലും വലിയ നിഷിദ്ധമൊന്നുമല്ലല്ലോ പലിശയും മദ്യവും പട്ടിക്കച്ചവടവും ഒന്നും. അപ്പോൾ ഈ കൊള്ളയടിച്ച് തിന്നോ എന്ന് മുഹമ്മദിനോടും കൂട്ടരോടും പറയുകയും അതനുസരിച്ച് ആരാൻ്റെ മുതൽ കൊള്ളയടിച്ച് ഭുജിച്ച് ജീവിക്കുകയും ചെയ്ത മുഹമ്മദിൻ്റെ തൊള്ള വാടകയ്ക്ക് എടുത്തിട്ടാണ് അള്ളാഹു എന്ന പടച്ചോൻ ജൂതന്മാർ നിഷിദ്ധം ഭുജിക്കുന്നു എന്ന് കുറ്റം പറയുന്നത് എന്നത് ചിന്തിക്കുന്നവർക്ക് നല്ല ദൃഷ്ടാന്തമാണ്. അത്രയും ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. അടുത്ത വാക്യം 63. അവർ കുറ്റകരമായ വാക്ക് പറയുന്നതും നിഷിദ്ധമായ ധനം തിന്നുന്നതും അവരുടെ പുരോഹിതരും മതപണ്ഡിതന്മാരും എന്തുകൊണ്ട് തടയുന്നില്ല? അവരുടെ നടപടി എത്ര നികൃഷ്ടം. പുരോഹിതന്മാരും പണ്ഡിതന്മാരും അവരിതൊന്നും ചെയ്യുമ്പോൾ തടയുന്നില്ല എന്ന് ജൂതന്മാരെക്കുറിച്ച് പരദൂഷണം പറയാണ്. ആര്? അള്ളാഹു. ഏതല്ലാഹു? ആരാൻ്റെ മുതൽ കൊള്ളയടിച്ചുകൊണ്ടെന്ന് കുട്ടടിച്ചോ എന്ന് മുഹമ്മദിനോട് ഉപദേശിച്ച ആ അള്ളാഹുവാണ് ഇവിടെ അവരുടെ പുരോഹിതന്മാരെയും അവരുടെ മതനേതാക്കളെയും കുറ്റം പറയുന്നത്. അവരിതൊന്നും തടയുന്നില്ലല്ലോ. ജൂതന്മാർ പലിശ വാങ്ങുന്നതും ജൂതന്മാർ കൈക്കൂലി വാങ്ങുന്നതും അവർ മദ്യം വിറ്റ് കാശുണ്ടാക്കുന്നതൊന്നും അവരുടെ പുരോഹിതന്മാരും നേതാക്കന്മാരും തടയുന്നില്ലോ. അതെത്ര നികൃഷ്ടമായ നടപടിയാണ് എന്ന് ജൂതന്മാരെ കുറ്റം പറയുകയാണ്. ആര്? ഈ അള്ളാഹു. ആരുടെ തൊള്ളിൽ കൂടെ അതൊക്കെ പറയുന്നത്? നാട്ടുകാരെ മുഴുവൻ കൊള്ളയടിച്ചിട്ട് പെണ്ണുങ്ങളെയും കുട്ടികളെയും കൊള്ളയടിച്ചു കൊണ്ടുവന്നിട്ട് അവരെ വിറ്റ് കാശാക്കി ജീവിച്ചിരുന്ന മുഹമ്മദിൻ്റെ തൊള്ള ഉപയോഗിച്ചുകൊണ്ടാണ് അള്ളാഹു ജൂതന്മാരെക്കുറിച്ച് ഇത് പറയുന്നത്. ഇവിടെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും തടയുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്ന കുറ്റപ്പെടുത്തുന്ന അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കാനുള്ളത്, അള്ളാഹു എന്ന പടച്ചോനെ നീ കൊള്ളയും അക്രമവും അടിമ കച്ചവടവും നടത്തുമ്പോൾ എന്തേ നീ അത് തടയാതിരുന്നത്? തടയാതിരുന്നു എന്ന് മാത്രമല്ല, അതൊക്കെ നീ ഹലാലാക്കി കൊടുക്കല്ലേ ചെയ്തത് എന്ന് ഈ അള്ളാഹുവിൻ്റെ മുഖത്ത് നോക്കി മുഖത്ത് തോണ്ടിക്കൊണ്ട് നമുക്ക് ചോദിക്കാം. അള്ളാഹുവിനെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ എന്തായിരിക്കും അള്ളാഹു മറുപടി പറയുക? ഇവിടെ പുരോഹിതന്മാരെയാണ് അള്ളാഹു കുറ്റം പറയുന്നത്. ഇവിടെ പ്രവാചകനും ദൈവവുമാണ് ഈ മാതിരി നികൃഷ്ടമായ പ്രവൃത്തികൾക്ക് നേതൃത്വം കൊടുത്തത്. ഇവിടെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും അവരുടെ അനുയായികളെ ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് തടയുന്നില്ലല്ലോ എന്ന് കുറ്റപ്പെടുത്തുകയാണ് അള്ളാഹു. എന്നാൽ അതേ അള്ളാഹുവും അതേ അള്ളാഹുവിൻ്റെ പ്രവാചകനും കൂടി ഇത്തരത്തിലുള്ള ഇതിനേക്കാളും നികൃഷ്ടമായ പ്രവൃത്തി ചെയ്തുകൊണ്ടാണ് മദീനയിൽ ഉപജീവനം നടത്തിയിരുന്നത് എന്ന ചരിത്ര വസ്തുതയ്ക്ക് മുമ്പിൽ എത്ര പരിഹാസ്യമാണ് ഈ വാക്യങ്ങളൊക്കെ എന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ പടച്ചോൻ പറഞ്ഞതാണോ അതോ മുഹമ്മദ് പറഞ്ഞതാണോ? അടുത്ത വാക്യം 64. അള്ളാഹുവിൻ്റെ കൈകൾ കെട്ടിയിട്ടിരിക്കുകയാണ് എന്ന് ജൂതന്മാർ പറയുന്നു. കെട്ടിയിട്ടിരിക്കുന്നത് അവരുടെ കൈകൾ തന്നെയാണ്. അവരുടെ ജൽപ്പനം കാരണമായി അള്ളാഹു അവരെ ശപിച്ചു. എന്നാൽ അള്ളാഹുവിൻ്റെ ഇരു കൈകളും വിശാലമായവ തന്നെയാണ്. താൻ ഉദ്ദേശിക്കുന്ന വിധം അവൻ ചെലവഴിക്കുന്നു. നിന്റെ രക്ഷിതാവിൽ നിന്ന് നിനക്ക് അവതരിച്ചു കിട്ടിയത് അവരിലധികം ആളുകളിലും സത്യനിഷേധവും അതിക്രമവും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. പുനരുത്ഥാന നാൾ വരേക്കും ശത്രുതയും വിദ്വേഷവും നാം അവരിൽ ഇട്ടുകൊടുക്കുകയും ചെയ്യും. അവർ യുദ്ധത്തിന് തീ കൊളുത്തുമ്പോഴെല്ലാം അള്ളാഹു അത് കെടുത്തിക്കളയും. നാട്ടിൽ നാശം വിതയ്ക്കാനാണ് അവർ ബന്ധപ്പെടുന്നത്. അള്ളാഹുവോ നാശകാരികളെ ഇഷ്ടപ്പെടുന്നില്ല. എത്ര പരിഹാസ്യമായ വിധത്തിലാണ് ഈ കുറ്റപ്പെടുത്തൽ. അള്ളാഹുവിൻ്റെ കൈകൾ കെട്ടിയിട്ടിരിക്കുകയാണ് എന്ന് ജൂതന്മാർ പരിഹസിച്ച് പറഞ്ഞു എന്നാണ്. എന്നിട്ട് അതിന് അള്ളാഹു മറുപടി പറയാണ്, അവരുടെ കൈകൾ തന്നെയാണ് കെട്ടിയിട്ടിരിക്കുന്നത്. എന്താണ് ഈ അള്ളാഹുവിൻ്റെ കൈകൾ കെട്ടിയിട്ടിരിക്കുകയാണ് എന്ന് ജൂതന്മാർ പരിഹസിക്കാൻ കാരണം? ജൂതന്മാർ മുഹമ്മദിനെ ഇതുപോലെ പല സന്ദർഭങ്ങളിലും മുഹമ്മദിൻ്റെ മണ്ടത്തരങ്ങൾ കേട്ട് അതിന് പരിഹാസപൂർവം പ്രതികരിച്ചിട്ടുണ്ട്. ഇതൊക്കെ മുമ്പും ഒരുപാട് സന്ദർഭങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തു പോയതാണ്. മുഹമ്മദിന് യുദ്ധത്തിന് പോകാൻ പൈസ ആവശ്യമുണ്ടായിരുന്നു, സ്വത്തുക്കൾ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ മുഹമ്മദ് അതൊക്കെ അള്ളാഹുവിന് കടം ചോദിച്ചുകൊണ്ടാണ് പിരിവ് നടത്തിയിരുന്നത്.
മുഹമ്മദിന് യുദ്ധ ഫണ്ട് പിരിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പേരിൽ മുഹമ്മദ് ആയത്തിറക്കിയിരുന്നു. അള്ളാഹുവിന് നിങ്ങൾ ഇപ്പോൾ കടം കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് പലിശ സഹിതം തിരിച്ചു തരും എന്നായിരുന്നു അവിടെ പറഞ്ഞത്. ഇത് പല സ്ഥലത്ത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന് കടം കൊടുക്കൂ, അള്ളാഹുവിന് കടം കൊടുക്കും. ഇങ്ങനെ അള്ളാഹു കടം ചോദിച്ചപ്പോൾ ജൂതന്മാർ കളിയാക്കി, മുഹമ്മദിൻ്റെ പടച്ചോൻ ഒരു പരമദരിദ്രവാസിയാണ്, കടം ചോദിച്ചുകൊണ്ട് നടക്കുകയാണ് എന്ന് പറഞ്ഞ് ജൂതന്മാർ കളിയാക്കി. അപ്പോൾ അതിനും ഇതുപോലെ മറുപടി പറഞ്ഞുകൊണ്ട് മണ്ടത്തരങ്ങൾ ആയത്തുകളായിട്ട് മുഹമ്മദ് ഇറക്കി. അത്തരം ആയത്തുകൾ നമ്മളിതിനു മുമ്പ് വായിച്ചിട്ടുണ്ട്. അതേപോലെ മുഹമ്മദിൻ്റെ അള്ളാഹു മഹാപിശുക്കനാണ്, ഒന്നും കൊടുക്കണില്ല മുഹമ്മദിന് എന്ന് പറഞ്ഞവർ കളിയാക്കി. പല സന്ദർഭങ്ങളിലും കളിയാക്കിയിട്ടുണ്ടാവും. കാരണം മുഹമ്മദ് ഉപജീവന മാർഗത്തിന് മറ്റുള്ളവരുടെ സമ്പാദ്യം കൊള്ളയടിക്കുകയാണ് ചെയ്തിരുന്നത്, ജൂതന്മാരുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് മുഹമ്മദിൻ്റെ അള്ളാഹു എന്തേ മുഹമ്മദിന് ഉപജീവന മാർഗമായിട്ട് ന്യായമായ വഴികളൊന്നും ചെയ്തു കൊടുക്കാതെ ഈ കൊള്ളയടിക്കാൻ നിർബന്ധിക്കുന്നത്? അപ്പോൾ അള്ളാഹു പിശുക്കനാണല്ലേ എന്നവർ കളിയാക്കിയിട്ടുണ്ടാവും. അവരാദ്യമേ മുഹമ്മദിനോട്, അവരും മക്കക്കാരും മുഹമ്മദിനോട് ആവശ്യപ്പെട്ടതാണ്, നീ പറയുന്നത് പോലെ വലിയ പ്രവാചകനാണ് നീ എങ്കിൽ നിനക്ക് അള്ളാഹു സ്വർണത്തിൻ്റെ കൊട്ടാരം ഉണ്ടാക്കി തരട്ടെ, നിനക്ക് അരുവി ഒഴുക്കി തരട്ടെ, നിനക്ക് തോട്ടം ഉണ്ടാക്കി തരട്ടെ എന്നൊക്കെ അവർ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ അത്ഭുതകരമായിട്ട് മുഹമ്മദിൻ്റെ സംഘത്തിനു ഉപജീവന മാർഗം അള്ളാഹു എന്തുകൊണ്ട് അത്ഭുതകരമായ മാർഗത്തിൽ കൊടുത്തില്ല? പകരം ഈ നിഷിദ്ധമായ മാർഗത്തിൽ, ഈ നികൃഷ്ടമായ മാർഗത്തിൽ ഉപജീവന മാർഗം കാണിച്ചു കൊടുക്കുകയാണല്ലോ അള്ളാഹു ചെയ്തത്. മറ്റുള്ളവർ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തും അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും കൊള്ളയടിച്ചു കൊണ്ടെന്ന് അടിമക്കച്ചവടം നടത്തിയും അവരുടെ സ്വത്ത് ഭുജിച്ചും ജീവിക്കാനാണ് മുഹമ്മദും മുഹമ്മദിൻ്റെ അള്ളാഹുവും അനുയായികളെ പരിശീലിപ്പിച്ചത്. ആ സന്ദർഭത്തിൽ ജൂതന്മാർ മുഹമ്മദിനെ കളിയാക്കി, എൻ്റെ പടച്ചോൻ പിശുക്കനാണല്ലോ, നിൻ്റെ പടച്ചോൻ്റെ കയ്യെന്താ അങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്, നിൻ്റെ പടച്ചോൻ നിനക്കൊന്നും തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മുഹമ്മദിനെ ജൂതന്മാർ കളിയാക്കിയിട്ടുണ്ടാവും. അത്തരം ഒരു സന്ദർഭത്തിലാണ് ആ കളിയാക്കലിന് മറുപടിയായിട്ട് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ കൈകൾ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് ജൂതന്മാർ പറയുന്നു. കെട്ടിയിട്ടിരിക്കുന്നത് അവരുടെ കൈകൾ തന്നെയാണ്. അവരുടെ ജൽപ്പനം കാരണമായി അള്ളാഹു അവരെ ശപിച്ചു. എന്നാൽ അള്ളാഹുവിൻ്റെ ഇരുകരങ്ങളും വിശാലമായവ തന്നെയാണ്. താൻ ഉദ്ദേശിക്കുന്ന വിധം അവൻ ചെലവഴിക്കുന്നു. നിന്റെ രക്ഷിതാവിൽ നിന്ന് നിനക്ക് അവതരിച്ചു കിട്ടിയത് അവരിലധികം ആളുകളിലും കുഫറും അതിക്രമവും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിൽ നിന്ന് നിനക്ക് അവതരിപ്പിച്ച് കിട്ടിയ ഈ ഖുർആനാണ് അവരെ കൂടുതൽ അവിശ്വാസികളാക്കി മാറ്റുന്നത് എന്ന വഷളത്തരമാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹിൻ്റെ ഖുർആൻ്റെ ഒരു ഗുണം അള്ളാഹുവിന് തന്നെ അല്ലാതെ മനസ്സിലായിട്ടുണ്ട്. ഇജാതി മണ്ടത്തരങ്ങൾ നിരന്തരം അള്ളാഹു ഇങ്ങനെ അവതരിപ്പിച്ചപ്പോൾ ആ മണ്ടത്തരങ്ങൾ കാരണം മറ്റുള്ളവരുടെ അവിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്തത്. മുഹമ്മദിൻ്റെ കൂടെ വിശ്വാസികളായി കൂടിയ ആളുകൾ തന്നെ ഒരുപാട് ആളുകൾ മുർത്തദായി പോയിക്കൊണ്ടിരുന്നു. ആ മുർത്തദായി പോയിക്കൊണ്ടിരുന്ന ആളുകളെയും അള്ളാഹു ഇങ്ങനെ ചീത്ത പറയുന്നത് കഴിഞ്ഞ വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു. അപ്പുറത്തുള്ളവർ ജൂതന്മാരെ പോലെയുള്ള ആളുകൾ മുഹമ്മദിനോട് ചോദിച്ച ആശയപരമായ യുക്തിപരമായ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ മുഹമ്മദിൻ്റെ അള്ളാഹുവും ഭീഷണിപ്പെടുത്തുകയും ഇതുപോലെ പരദൂഷണം പറയുകയും നിലവാരമില്ലാത്ത കുറ്റം പറയുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ കേട്ടപ്പോൾ ആളുകളുടെ അവിശ്വാസം വർദ്ധിച്ചു. സ്വാഭാവികമാണ്. ആ അവിശ്വാസം വർദ്ധിച്ചതിന് അള്ളാഹു തന്നെ പറയുന്ന ന്യായമാണ്, ഈ ഖുർആനും ഈ ഖുർആനിലെ വെളിപാടുകളും മറ്റുള്ളവരുടെ അവിശ്വാസം വർദ്ധിപ്പിക്കാനേ ഉപകരിക്കുന്നുള്ളൂ എന്ന്. ആരാ പറയുന്നത്? പടച്ചോൻ പറയുകയാണ്. പടച്ചോൻ ഇറക്കിയ കിതാബ് കൊണ്ട് മനുഷ്യന്മാർക്ക് അവിശ്വാസമാണ് വർദ്ധിപ്പിക്കുക. അപ്പോൾ ഈ അവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഈ കിതാബ് ഇറക്കലാണ്ട് നിർത്തിയാൽ തന്നെ മനുഷ്യന്മാർ കുറേ വിശ്വാസികളായിക്കോളൂല്ലേ? എന്തേ പടച്ചോൻ അപ്പോൾ അങ്ങനെ ചെയ്യാതിരുന്നു? അപ്പോൾ പടച്ചോൻ്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ അവിടെ വിധിവിശ്വാസം ശരിയാണെന്നാണ് വരുന്നത്. പടച്ചോൻ തന്നെയാണ് കൽപ്പിച്ചു വിട്ടിവരൊക്കെ അവിശ്വാസികളാക്കുന്നത്. അപ്പോൾ അവിശ്വാസം എന്നുള്ളത് ആരുടെ കുറ്റമാണ്? പടച്ചോൻ്റെ കുറ്റമാണ്. ആരെയാണ് അതിന് ശിക്ഷിക്കുക? മനുഷ്യന്മാരെ ശിക്ഷിക്കും. കാരണം എന്താണ്? നീതിമാനാണ്. പുനരുത്ഥാന നാൾ വരേക്കും ശത്രുതയും വിദ്വേഷവും നാം അവരിൽ ഇട്ട് കൊടുക്കുകയും. അപ്പോൾ മനുഷ്യരെ പരസ്പരം ശത്രുക്കളാക്കുന്നതും വിദ്വേഷം ഉണ്ടാക്കുന്നതും ആരാണ്? അള്ളാഹുവാണ്. ഇവിടെ പറയാണ്, അവർക്കിടയിൽ ഞാൻ ശത്രുത ലോകാവസാനം വരെ ഇട്ട് കൊടുക്കും എന്നാണ് പറഞ്ഞത്. ആർക്കിടയിൽ? അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് ഞാൻ വായിക്കാം. അത് ജൂതന്മാർക്കിടയിൽ തന്നെ എന്നൊരഭിപ്രായമുണ്ട്. ജൂതന്മാരും ക്രിസ്ത്യാനികളും തമ്മിലാണ് എന്ന അഭിപ്രായമുണ്ട്. അവർക്കിടയിൽ ലോകാവസാനം വരെ ഞാൻ ശത്രുതയും ഗ്രൂപ്പിസവും വിദ്വേഷവും ഇട്ടുകൊടുക്കും എന്നാണ് അള്ളാഹു ഇവിടെ ജൂതന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്. അവർ യുദ്ധത്തിന് തീ കൊളുത്തുമ്പോൾ അള്ളാഹു അത് കെടുത്തും. ആര്? ജൂതന്മാർ യുദ്ധത്തിന് വന്നാലും അള്ളാഹു അവിടെ പോയിട്ട് കെടുത്തും. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. നാട്ടിൽ നാശം വിതയ്ക്കാനാണ് അവർ ബന്ധപ്പെടുന്നത്. അള്ളാഹുവോ നാശകാരികളെ ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു നാശകാരികളെ മാത്രമേ ഇഷ്ടപ്പെടുന്നുള്ളൂ എന്നാണ് ഈ ഖുർആൻ തെളിയിക്കുന്നത്.
അള്ളാഹു നാശം വിതക്കാൻ മാത്രമേ ബന്ധപ്പെട്ടിട്ടുള്ളൂ എന്നാണ് ഈ ഖുർആൻ തെളിയിക്കുന്നത്. ഈ അള്ളാഹു ഈ ഖുർആനും കൊണ്ട് വന്ന് വിതച്ചത്ര നാശമൊന്നും ലോകത്ത് വേറൊരു ഐഡിയോളജിയും വിതച്ചിട്ടില്ല എന്നാണ് ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവുക. ഇനി ജൂതന്മാർക്കിടയിൽ ശത്രുത ഇട്ടുകൊടുക്കുന്ന അള്ളാഹു ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത്രയും കാലം മുസ്ലിങ്ങൾക്കിടയിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ജൂതന്മാരെ യുദ്ധം കെടുത്തും അള്ളാഹു എന്നിവിടെ പറഞ്ഞു. ഈ ജൂതന്മാർ നടത്തുന്ന യുദ്ധം അള്ളാഹു എവിടെയെങ്കിലും കെടുത്തിയോ? അതോ മുസ്ലിങ്ങൾ നടത്തുന്ന യുദ്ധമാണോ അള്ളാഹു കെടുത്തിയത്? ഇതൊക്കെ ചരിത്രത്തിലൂടെ നമുക്ക് കണ്ണോടിച്ചാൽ കാണാൻ പറ്റും. ജൂതന്മാരങ്ങനെ അള്ളാഹുവിൻ്റെ കൈകൾ കെട്ടിയിട്ടിരിക്കുകയാണ് എന്ന് പറയുന്നു എന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ ജൂതന്മാരങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞതിന് തെളിവില്ല എന്നുമാണ് ഖുർആൻ്റെ തഫ്സീറുകളിൽ തന്നെ എഴുതി വച്ചിട്ടുള്ളത്. ഇതാ റാസി പറയുന്നു, ഇവിടെ ഒരു സംശയം, ജൂതന്മാർ ഇത് പറഞ്ഞുവെന്ന് ഖുർആൻ ഉദ്ധരിക്കുന്നു. അള്ളാഹു പറയുന്നത് മുഴുവൻ സത്യമാണെന്നത് സംശയരഹിതമായ കാര്യമാണ്. എന്നാൽ തങ്ങൾ അങ്ങനെ വിശ്വസിക്കുകയോ പറയുകയോ ചെയ്യുന്നില്ലെന്ന് ജൂതന്മാർ ഏകോപിച്ച് പറയുന്നു. അപ്പോൾ ജൂതന്മാരങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ അങ്ങനെ പറയുന്നുണ്ടാകും എന്ന് ഊഹിച്ചിട്ട് മുഹമ്മദ് തട്ടിവിട്ടതാവാനാണ് സാധ്യത എന്നാണ് തഫ്സീറുകളിൽ നിന്ന് വായിച്ച പിടികിട്ടുന്നത്. അവരുടെ കൈകൾ തന്നെയാണ് കെട്ടിയിട്ടിരിക്കുന്നത് എന്ന് ജൂതന്മാരെക്കുറിച്ച് പറഞ്ഞല്ലോ. അതിനെക്കുറിച്ച് മുഫസ്സിറുകൾക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ട് എന്നും പറഞ്ഞ് റാസി എഴുതി വച്ചിട്ടുണ്ട്. ഈ സൂക്തത്തെക്കുറിച്ച് രണ്ടഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, അത് അവർക്ക് പ്രതികൂലമായ പ്രാർത്ഥനയാണ്. അപ്പോൾ അവർക്കെതിരെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അള്ളാഹു പഠിപ്പിക്കുകയാണ്. അങ്ങനെ ജൂതന്മാർക്കെതിരെ അവരുടെ കൈകൾ അള്ളാഹു കെട്ടിയിടട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശമെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ഫസാദഹുമുല്ലാഹു മറല എന്ന വാക്യത്തിൽ കപടവിശ്വാസികൾക്കെതിരായും തബ്ബത്ത് യദാ അബീലഹബ് എന്ന വാക്യത്തിൽ അബൂലഹബിന് പ്രതികൂലമായും പ്രാർത്ഥിക്കാൻ അള്ളാഹു നമ്മെ പഠിപ്പിച്ചത് ഇതിന് ഉദാഹരണമാണ്. 2, ഈ വാക്യം പ്രാർത്ഥനയല്ല, ഒരു വൃത്താന്തമാണ്. ഹസൻ പറയുന്നു, ഭൗതിക ലോകത്ത് ജിസിയയും പരലോകത്ത് നരകാഗ്നിയും കൊണ്ടാണ് അവർ ശിക്ഷിക്കപ്പെട്ടത്. ജൂതന്മാരെ മുഹമ്മദ് കീഴടക്കിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് ജിസിയ വാങ്ങുകയും പരലോകത്ത് അള്ളാഹു നരകത്തിലിടുകയും ചെയ്യും. അതാണ് ഇവിടെ നിങ്ങളുടെ കൈകൾ കെട്ടിയിട്ടു എന്ന് അള്ളാഹു പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്നാണ് വേറൊരു കൂട്ടരുടെ വ്യാഖ്യാനം. ബൽ യദാഹു, ഈ സൂക്തം സംബന്ധമായ ചർച്ച വളരെ സുപ്രധാനമാണ്. അള്ളാഹുവിന് കൈ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള നിരവധി സൂക്തങ്ങളുണ്ട്. ഇനി അള്ളാഹുവിൻ്റെ കൈ എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അള്ളാഹുവിന് അങ്ങനെ അവയവം ഉണ്ടോ അതോ ആലങ്കാരികമായ അർത്ഥത്തിൽ പറഞ്ഞതാണോ എന്നതിനെ സംബന്ധിച്ചുള്ള നീണ്ട വിശദീകരണമാണ്. അങ്ങനെ വിശദീകരണം വരാൻ കാരണം മുഹമ്മദ് പല സന്ദർഭങ്ങളിലും അക്ഷരാർത്ഥത്തിൽ തന്നെ അള്ളാഹുവിന് കൈയും കൈകളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞതായിട്ട് നിരവധി ഹദീസുകളുണ്ട്. അതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. അള്ളാഹുവിന് ഒരു കൈ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഹദീസുണ്ട്, അള്ളാഹുവിന് 2 കൈയുണ്ട് എന്ന് പറയുന്ന ഹദീസുണ്ട്, അള്ളാഹുവിന് ഒരുപാട് കൈകളുണ്ട് എന്ന് പറയുന്ന ഹദീസുണ്ട്, അള്ളാഹുവിൻ്റെ എല്ലാ കൈകളും വലത്തെ കൈയാണെന്ന് പറയുന്ന ഹദീസുണ്ട്, അള്ളാഹുവിൻ്റെ 2 കൈയും വലത്തെ കൈയാണെന്ന് പറയുന്ന ഹദീസുണ്ട്. അങ്ങനെ അള്ളാഹുവിന് തോളിന് ചുറ്റും കൈകളുണ്ട് എന്ന് ഹദീസുകളൊക്കെ കൂടെ വായിച്ചാലും ഈ ഖുർആനിലെ പല പ്രയോഗങ്ങൾ വായിച്ചാലും നമുക്ക് മനസ്സിലാവും. എന്നാൽ ഇവിടെ അള്ളാഹുവിൻ്റെ കൈ എന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ കുദറത്ത് എന്ന അർത്ഥമാണുള്ളത്. അത് ആലങ്കാരികമായിട്ട് കൈ എന്ന് പ്രയോഗിച്ചതാണ് എന്നൊരു കൂട്ടർ പറയുന്നുണ്ട്. അക്കൂട്ടരെക്കുറിച്ച് മറ്റേ കൂട്ടർ പറയുന്നു, ഓൽക്ക് ഈമാൻ കുറവായതുകൊണ്ടാണ് ഓല അങ്ങനെ പറയുന്നത്. അള്ളാഹുവിന് കൈ ഉണ്ടായപ്പോൾ എന്താ കുഴപ്പം, അള്ളാഹുവിന് കൈ ഉണ്ട് എന്നാണ്. അത് 1 കൈയാണോ 2 കൈയാണോ 3 കൈയാണോ ഒരുപാട് കൈയാണോ എന്ന കാര്യത്തിൽ തർക്കവും വൈരുദ്ധ്യവും വേറെയും കിടപ്പുണ്ട്. അതൊക്കെ നമ്മൾ വിശ്വസിക്കണം. അതാണ് ഈമാൻ എന്നാണ് വിശ്വാസികൾ പറയുന്നത്. അള്ളാഹുവിന് കുറേ കൈയുണ്ട് എന്നും വിശ്വസിക്കണം, അള്ളാഹുവിന് 3 കൈയുണ്ട് എന്നും വിശ്വസിക്കണം, അള്ളാഹുവിന് 1 കൈയേ ഉള്ളൂ എന്നും വിശ്വസിക്കണം, അള്ളാഹുവിൻ്റെ എല്ലാ കൈയും ഇടത്തെ കൈയാണെന്നും വിശ്വസിക്കണം, അള്ളാഹുവിന് കൈ ഉണ്ട് എന്നും വിശ്വസിക്കണം, അള്ളാഹുവിന് കുദറത്തുണ്ട് എന്നും വിശ്വസിക്കണം. അതൊക്കെ നമ്മൾ വിശ്വസിക്കണം. പരസ്പര വിരുദ്ധമാണോ വ്യത്യസ്തമാണോ എന്നൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ വിശ്വസിച്ചാൽ മതി. അങ്ങനെ വിശ്വസിച്ചാൽ അള്ളാഹു നമുക്ക് കള്ളും മുണ്ടും തരും. ഇതാണ് വിശ്വാസികളുടെ നിലപാട്. അത് തന്നെയാണ് റാസിയും ഇവിടെ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ഒരുപാടുണ്ട്, ഞാൻ ബോറടിക്കും എന്നതുകൊണ്ട് തന്നെ അതൊന്നും വായിച്ചു പോകുന്നില്ല. അള്ളാഹുവിൻ്റെ കരത്തെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ ഭിന്ന അഭിപ്രായമാണുള്ളത്. എല്ലാവർക്കും ഉള്ളതുപോലെയുള്ള ഒരു ജഡിക അവയവമാണ് അതെന്നാണ് മുജസ്സിമ വിഭാഗം പറയുന്നത്.
അതെ, ഈ അവയവങ്ങളുടെ അഭാവമാണ് വിഗ്രഹങ്ങളുടെ ദൈവികതയുടെ അഭാവം വ്യക്തമാക്കാൻ അള്ളാഹു എടുത്തു കാണിച്ചത്. പ്രസ്തുത അവയവങ്ങൾ ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദൈവികതയ്ക്കും അത് ഹാനികരമാകുമല്ലോ. അപ്പോൾ അള്ളാഹുവിന് അവ ഉണ്ടെന്ന് വിശ്വസിക്കുക അനിവാര്യമാണ്. മാത്രമല്ല, യദ് എന്ന പദത്തിന് കരം എന്ന അർത്ഥം തന്നെ കൊടുക്കാൻ പറ്റുമെന്നിരിക്കെ മറ്റൊരർത്ഥം അതിന് കൽപ്പിക്കുന്നത് ഭാഷയെ അനാവശ്യമായി കൈയൊഴിയലാണ്. അത് ന്യായമല്ല. മുകളിൽ പറഞ്ഞ കാരണങ്ങളാൽ അള്ളാഹുവിന് ജഡമാകാൻ പറ്റുകയില്ല. അപ്പോൾ അവൻ്റെ കരവും ജഡികമായിക്കൂടാ. എന്നാൽ ഏകദൈവത്വവാദികളിൽ ബഹുഭൂരിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം യദ് എന്ന പദത്തെ സംബന്ധിച്ച് രണ്ടഭിപ്രായങ്ങളുണ്ട്. ഖുർആനിൽ അള്ളാഹു കരം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നതിനാൽ നാം അത് വിശ്വസിക്കുന്നു. എന്നാൽ ഒരു പ്രത്യേക അവയവത്തെയോ നിരവധി ഘടകങ്ങളാൽ യോജിക്കപ്പെട്ട ഒരു അവയവത്തെയോ കുറിച്ച് അള്ളാഹുവിൻ്റെ കരം എന്ന് പറയാൻ പറ്റുകയില്ലെന്ന് ബുദ്ധി നമ്മെ അറിയിക്കുന്നു. അത് നാം വിശ്വസിക്കുന്നു. എങ്കിൽ ഈ കരം എന്താണ്? അതേക്കുറിച്ചെല്ലാം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എന്നും നാം വിശ്വസിക്കുന്നു. ഇതാണ് ഒരഭിപ്രായം. സലഫികളുടെ നിലപാട് അതാണ്. എന്ത് പൊട്ടത്തര, എന്ത് വൈരുദ്ധ്യം പറഞ്ഞാലും അതൊക്കെ നമ്മൾ വിശ്വസിക്കണം എന്നതാണ് സലഫികളുടെ നിലപാട്. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അവയവം എന്ന അർത്ഥമൊഴികെ മറ്റെല്ലാം പറയാവുന്നതാണ്. എന്നാൽ ദൈവീക സത്തയിൽ നിലകൊള്ളുന്ന ഒരു ഗുണമായി യദ് എന്നാണ് അബുൽ ഹസൻ അശ്വരിയുടെ അഭിപ്രായം. തിരഞ്ഞെടുക്കുക എന്ന നിലയ്ക്കുണ്ടാകുന്നതും കുദറത്ത് അല്ലാത്തതുമായ ഒരു ഗുണമാണ് അത്. കുദറയെക്കുറിച്ചാണ് യദ് എന്ന് പറയുന്നതെങ്കിൽ അത് തിരഞ്ഞെടുപ്പിൻ്റെ ഹേതുവാകാൻ പറ്റുകയില്ലല്ലോ. കാരണം അത് എല്ലാ സൃഷ്ടികളിലുമുണ്ട്. അപ്പോൾ തിരഞ്ഞെടുപ്പ് രീതിയിൽ നിർമ്മാണം നടത്തുന്നതിന് ഉപയുക്തമായ കുദറ അല്ലാത്ത മറ്റൊരു ഗുണം ഉണ്ടാകേണ്ടതായി വരുന്നു. ഇങ്ങനെ പോവുകയാണ് അള്ളാഹുവിൻ്റെ കൈയിൻ്റെ വിശേഷണങ്ങളും വിശദീകരണങ്ങളും. ഇനി പുനരുത്ഥാന നാൾ വരേക്കും ശത്രുതയും വിദ്വേഷം നാം അവരിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ മനുഷ്യർക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഇട്ടുകൊടുക്കുന്നത് ആരാണ്? പിശാചാണ് എന്നാണ് ഈ ഖുർആനിൽ പലയിടത്തും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ പിശാച് അള്ളാഹു തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ മാത്രമല്ല, പലയിടത്തും പറയുന്നത്. പിശാചും അള്ളാഹുവും ഖുർആനിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിമറിയുന്നത് കാണാം. പിശാച് അള്ളാഹു തന്നെയാണ്, അള്ളാഹു പിശാച് തന്നെയാണ്. മനുഷ്യനെ പേപ്പിക്കുന്നത് അള്ളാഹു തന്നെയാണ്, മനുഷ്യനെ പേപ്പിക്കുന്നത് പിശാചാണ്. ഇങ്ങനെ പിശാചും അള്ളാഹും ഒന്നാണ് എന്ന് ഈ ഖുർആനിലുടനീളം മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പുനരുത്ഥാന നാൾ വരേക്കും അവർക്കിടയിൽ വിദ്വേഷവും വൈരാഗ്യവും ശത്രുതയും ഇട്ടുകൊടുക്കും. അത് ജൂതന്മാർക്കിടയിലാണോ, അതോ ജൂതരും ക്രൈസ്തവരും തമ്മിലാണോ, അതോ ഇസ്ലാമിൽ വിശ്വസിക്കാത്ത എല്ലാവരുടെയും ഇടയിലാണോ എന്നൊന്നും വ്യക്തമല്ല. ഏതായാലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തവരുടെ ഇടയിലൊക്കെ അള്ളാഹു ശത്രുത ഇട്ടുകൊടുക്കുകയും അവരെ തമ്മിൽ തല്ലിക്കുകയും അവർക്കിടയിൽ പരസ്പര വിദ്വേഷം ലോകാവസാനം വരെ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. എന്നുവെച്ചാൽ പക്ക ചെയ്ത്താൻ്റെ പണി അള്ളാഹു എടുക്കും എന്നർത്ഥം. ഇനി അതേക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. ജൂത ക്രൈസ്തവർക്കിടയിലെ ശത്രുതയാണ് ഇവിടെ ഉദ്ദേശമെന്ന് ഒരു വിഭാഗം വ്യാഖ്യാതാക്കൾ പറയുന്നു. കാരണം മുൻ വാക്യങ്ങളിൽ അവരെക്കുറിച്ച് സംസാരം വന്നിട്ടുണ്ട്. ജൂതർക്കും ക്രിസ്ത്യാനികൾക്കും തമ്മിലാണ് ശത്രുത എന്ന് വേറെ മുമ്പ് പല വാക്യങ്ങളിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അത് തന്നെ ആയിരിക്കും ഉദ്ദേശിച്ചത് എന്നാണ് ഒരു വിഭാഗത്തിൻ്റെ ജൂത വിഭാഗങ്ങൾക്കിടയിലെ ശത്രുതയാണ് ഇവിടെ വിവക്ഷ എന്നാണ് മറ്റൊരു അഭിപ്രായം. ജബ്രിയ, ഖദരിയ, മുവഹിദ, മുശബ്ബിഹ എന്നിങ്ങനെ അവർക്കിടയിൽ നിരവധി വിഭാഗങ്ങളുണ്ടായിരുന്നു. ക്രൈസ്തവരുടെ സ്ഥിതിയും ഇതുതന്നെ. മാലിക്കാനിയ, നെസ്റ്റോറിയൻസ്, യാക്കോബായ എന്നിങ്ങനെ അവർക്കിടയിലും നിരവധി വിഭാഗങ്ങളും തമ്മിൽ പരസ്പരം ശത്രുതയും ഉണ്ടായിരുന്നു. ഇത് പൂർണ്ണമായും മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലും ഉണ്ടല്ലോ. പിന്നെ അതെങ്ങനെ ജൂത ക്രൈസ്തവരെക്കുറിച്ച് മാത്രമുള്ള അധിക്ഷേപമാകും? ഇത് റാസിയുടെ ചോദ്യമാണ്. കണ്ടോ, റാസി പിന്നെയും കുത്തിത്തിരിപ്പിൻ്റെ ചോദ്യമായിട്ട് വരികയാണ്. നമ്മളങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യം റാസി ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ശത്രുത ഇട്ട് കൊടുക്കേണ്ട ഏർപ്പാട് ജൂതന്മാർക്കിടയിലും ക്രിസ്ത്യാനികൾക്കിടയിലും മാത്രമാണോ അള്ളാഹു നടപ്പിലാക്കുന്നത്? അല്ല, അതിനേക്കാളൊക്കെ ഭീകരമായ ശത്രുത മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. എത്ര ഗ്രൂപ്പ് അപ്പം മുസ്ലിങ്ങൾ, നമ്മളെ കേരളത്തിൽ തന്നെ മുസ്ലിങ്ങൾ എത്ര ഗ്രൂപ്പായിട്ടാണ് തമ്മിൽ തെരുവിൽ തല്ലിക്കൊണ്ടിരിക്കുന്നത്. എത്ര പേര് പരസ്പരം കത്തിക്കുത്തിൽ മരിച്ചിട്ടുണ്ട് കേരളത്തിൽ. പള്ളീൻ്റെ ഉള്ളിൽ കത്തിക്കുത്ത് നടന്നിട്ടുണ്ട്. മാസം കണ്ടോ കണ്ടില്ലേ എന്നതിൻ്റെ പേരിലടക്കം കത്തിക്കുത്തും കൊലപാതകവും നടന്നിട്ടുണ്ട് കേരളത്തിൽ. ഇപ്പോഴും പരസ്പരം തെറി വിളിച്ചുകൊണ്ട് തെരുവിൽ പരസ്പരം അട്ടഹസിക്കുന്ന 900 ഗ്രൂപ്പുകൾ ഉണ്ട്. ഒരു ഗ്രൂപ്പ് തന്നെ 2 ദിവസം കഴിയുമ്പോൾ പിളർന്ന് 4 ഗ്രൂപ്പാകും. പിന്നെ അത് വീണ്ടും പിളർന്ന് 10 ഗ്രൂപ്പാകും. അങ്ങനെ മുജാഹിദ് തന്നെ ഇപ്പോൾ 10-28 ഗ്രൂപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ സലഫികൾ എന്ത് പറഞ്ഞാലും അതൊക്കെ വിശ്വസിക്കണം എന്ന് പറയുന്ന കൂട്ടരാണ് സലഫികൾ. ആ സലഫികൾ തന്നെ കേരളത്തിൽ ഇപ്പോൾ 10-20 ഗ്രൂപ്പുണ്ട്. അവർ തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. തമ്മിലടിക്കുന്നതൊക്കെ ഇതിനെക്കുറിച്ച് തന്നെയാണ്. ഇങ്ങനെയുള്ള വിശ്വാസ കാര്യങ്ങളിലുള്ള അഭിപ്രായ ഭിന്നതയാണ്. കാരണം ഖുർആനിൽ അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെടുക്കണോ ഇതെടുക്കണോ? അടിയാണ്. ഈ മാതിരി അടി കൂടുന്ന മുസ്ലിങ്ങൾ
മറ്റുള്ളവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഓരോ കിതാബിൽ ഓതുകയാണ്. എന്ത്? അള്ളാഹു ജൂതന്മാരെയും ക്രിസ്ത്യാനികൾക്കിടയിൽ ലോകാവസാനം വരെ ശത്രുത ഇട്ടുകൊടുക്കും എന്ന്. ഇനി സ്വയം ഈ ചോദ്യം ചോദിച്ചിട്ട് അതിന് റാസി പറയുന്ന മറുപടി കിട്ടുകയുള്ളൂ. മറുപടി: ഈ നൂതന ആശയങ്ങളെല്ലാം സഹാബികളുടെയും താബികളുടെയും കാലശേഷം ഉണ്ടായതാണ്. അക്കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ പ്രവാചകനെയും സഹാബികളെയും സംബന്ധിച്ചിടത്തോളം അത് ജൂത ക്രൈസ്തവരുടെ പേരിലുള്ള ആക്ഷേപമാകുന്നതാണ് ശരി. സഹാബികളുടെ ഇടയിൽ അത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല എന്ന് റാസി എഴുതി വെച്ചത് എങ്ങനെയാണ് ശരിയാവുക? സഹാബികളുടെ ഇടയിൽ നിന്നല്ലേ, സഹാബികൾക്കിടയിൽ തന്നെ അല്ലേ മുനാഫിക്കുകൾ എന്ന് പറഞ്ഞിട്ട് ഈ അള്ളാഹുവിനെ അധിക്ഷേപിക്കേണ്ടി വന്ന ഒരു വിഭാഗം. ഏത് കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാതിരുന്നിട്ടുണ്ട്. ഒരു യുദ്ധത്തിന് പോകുമ്പോൾ പകുതിക്ക് വെച്ചിട്ട് പകുതി സൈന്യം തിരിച്ചു പോകുന്ന അനുഭവമുണ്ട്. പറ്റൂല, അങ്ങനെ പോകാൻ പറ്റില്ലായിരുന്നു. ആര്? പ്രവാചകൻ കൊണ്ടുപോകുമ്പോഴാണ് പ്രവാചകനുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് സൈന്യത്തിൽ നിന്ന് ഒരു വിഭാഗം പിന്തിരിഞ്ഞു പോരുന്നത്. ഉഹുദ് യുദ്ധത്തിൽ തോൽക്കാനുള്ള പ്രധാന കാരണം പോലും അഭിപ്രായ വ്യത്യാസമാണ്. അപ്പോൾ നബിയുടെ കാലത്തും നബിയുടെ കൂടെ ഉണ്ടായിരുന്നവർക്കിടയിൽ എല്ലാ വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ റാസി ഇവിടെ എഴുതി വെച്ചത് തെറ്റാണ്. അന്നുണ്ടായിരുന്നില്ല, പിന്നെ ഉണ്ടായി എന്നാണ് പറഞ്ഞത്. പിന്നെ ഉണ്ടാവാൻ പാടില്ലല്ലോ. അള്ളാഹിൻ്റെ കിതാബും അനുസരിച്ചാണല്ലോ നബിയുടെ മരണശേഷം പിന്നീട് ഈ കിതാബ് അനുസരിച്ച് തന്നെയല്ലേ ഖലീഫമാരൊക്കെ മുന്നോട്ട് പോയത്. നബി മരിച്ച മയ്യത്ത് മറമാടുന്നതിന് മുമ്പ് അടി തുടങ്ങി അവിടെ. അപ്പോൾ ആ മുസ്ലിങ്ങൾക്കിടയിൽ നബി മരിച്ചു കിടക്കുമ്പോൾ മയ്യത്ത് മറവ് ചെയ്യാതെ തമ്മിലടിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ഈ ശത്രുത ആരാണ് ഇട്ടുകൊടുത്തത്? അലീനെ വിളിച്ചുകൊണ്ടേറ്റും മറ്റവരെ വിളിച്ചുകൊണ്ടേറ്റും അബൂബക്കറിനെ വിളിച്ചുകൊണ്ടേറ്റും പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് തമ്മിൽ തല്ലിക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെ ശത്രുത ഇറക്കി കൊടുത്തത് പിശാചാണോ അള്ളാഹു ആണോ? അത് പിശാചാണെങ്കിൽ അതേ പിശാച് തന്നെയല്ലേ ജൂതന്മാർക്കിടയിലും ക്രിസ്ത്യാനികൾക്കിടയിലും ഗ്രൂപ്പിസം ഉണ്ടാക്കിയത്. അപ്പോൾ ഗ്രൂപ്പിസം ഉണ്ടാക്കുന്ന പണി പിശാചിൻ്റെ ആണോ അള്ളാഹിൻ്റെ ആണോ? അതോ അള്ളയും പിശാചും ഒന്ന് തന്നെയാണ്? മുസ്ലിങ്ങൾക്കിടയിൽ തമ്മിൽ തല്ലുണ്ടാക്കുന്നത് അള്ളാഹു ആണോ, ചെയ്ത്താനാണോ, അതോ വേറെ ആരെങ്കിലും ആണോ? ഇതാണ് ചോദ്യം. മറ്റൊരു കാര്യം ഈ സൂക്തത്തിൽ പറഞ്ഞത്, ജൂതന്മാർ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ട് മറ്റുള്ളവർ യുദ്ധത്തിന് ഒരുങ്ങുമ്പോൾ തന്നെ അള്ളാഹു അവിടെ പോയിട്ട് തീ കെടുത്തി കളയുന്നതാണ്. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ എത്രയോ യുദ്ധങ്ങളിൽ മുസ്ലിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. അതൊന്നും അവർ ഇങ്ങോട്ട് യുദ്ധത്തിന് വന്നതായിരുന്നില്ല. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഡിഫൻസിന് വേണ്ടി നടന്ന യുദ്ധം വളരെ അപൂർവമാണ്. അത്തരം യുദ്ധങ്ങൾ ഡിഫൻസ് എന്ന് പറയാനും പറ്റില്ല. കാരണം മുൻപ് അങ്ങോട്ട് നടത്തിയ ആക്രമണത്തിൻ്റെ പ്രതിക്രിയ എന്ന നിലക്കാണ് അത്തരത്തിലുള്ള ചില ഒഫൻസുകൾ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഡിഫൻസ് ഉണ്ടായിട്ടില്ല, മുഴുവനും ഒഫൻസീവായിട്ടുള്ള ഏകപക്ഷീയമായ കടന്നാക്രമണങ്ങളും വെട്ടിപ്പിടുത്തങ്ങളും കൊള്ളകളും അക്രമങ്ങളും മാത്രമേ നടന്നിട്ടുള്ളൂ. അങ്ങനെയുള്ള യുദ്ധങ്ങളിൽ പലയിടത്തും മുഹമ്മദും അനുയായികളും പരാജയപ്പെട്ടിട്ടുണ്ട്. ദയനീയമായി ചതിയിൽപ്പെട്ട് പരാജയപ്പെട്ട എത്രയോ സംഭവങ്ങളുണ്ട്. അവിടെ ഒന്നും കെടുത്താൻ അള്ളാഹുവിനെ കണ്ടിട്ടില്ല. അങ്ങനെ നബിയുടെ കാലത്ത് തന്നെ പരാജയം നടന്നിട്ടുണ്ട്, അതിന് ശേഷവും പരാജയം ഉണ്ടായിട്ടുണ്ട്. മുഹമ്മദിൻ്റെ മരണത്തിന് ശേഷം പിന്നെ മുസ്ലിങ്ങൾ ആരാണ് എന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ തീരുമാനിക്കാൻ പറ്റാത്ത വിധത്തിൽ തമ്മിലാണ് യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത്. മുസ്ലിങ്ങൾ തമ്മിലാണ് യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത്. ആ യുദ്ധങ്ങളിലല്ലേ അള്ളാഹു തീ കെടുത്താൻ പോകേണ്ടിയിരുന്നത്? മുസ്ലിങ്ങളുടെ ശത്രുക്കൾ ഇങ്ങോട്ട് യുദ്ധത്തിന് വരുന്ന സമയത്ത് തീ കെടുത്താൻ പോകുന്ന അള്ളാഹു മുസ്ലിങ്ങൾ പരസ്പരം പോരടിക്കുമ്പോൾ അവിടെ തീ കെടുത്താൻ വന്നോ? ഇല്ല, നമ്മളെവിടെയും കണ്ടിട്ടില്ല. അവിടെ മുസ്ലിങ്ങൾ പരാജയപ്പെടുന്നതും പ്രവാചകനും പ്രവാചകൻ്റെ കുടുംബവും പ്രവാചകൻ്റെ ഇഷ്ടതോഴന്മാരുമൊക്കെ ദയനീയമായി ദാരുണമായി കൊല്ലപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രവാചകൻ്റെ ആജന്മശത്രുവായിരുന്ന അബൂ സുഫിയാൻ്റെ സന്തതികളും മറ്റുമാണ് നൂറ്റാണ്ടുകളോളം ഈ ഇസ്ലാമിൽ വിജയക്കൊടി പാറിച്ചുകൊണ്ട് നിലനിന്നത്. അപ്പോൾ പ്രവാചകൻ്റെ പരമ്പരയെ തന്നെ വേരറുത്തുകൊണ്ട് അബൂ സുഫിയാൻ്റെ പരമ്പര ഇസ്ലാമിനെ കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ മുസ്ലിങ്ങൾ തമ്മിലുള്ള യുദ്ധവും ഗ്രൂപ്പിസവും വളർന്നപ്പോൾ ഈ തീകെടുത്തുന്ന അള്ളാഹുവിനെ എവിടെയും കണ്ടില്ല. ശത്രുത ഇട്ടുകൊടുക്കുന്ന അള്ളാഹുവിനെയാണ് നമ്മൾ കണ്ടത്. ആർക്കിടയിൽ ശത്രുത ഇട്ടുകൊടുക്കുന്ന അവിടെ പറഞ്ഞത്? ജൂതന്മാർക്കിടയിലും ക്രിസ്ത്യാനികൾക്കിടയിലും ശത്രുത ഇട്ടുകൊടുക്കുന്നതാണ് ഖുർആനിൽ പറഞ്ഞത്. പക്ഷേ ശത്രുത ഇട്ടുകൊടുക്കുന്നത് നമ്മളൊക്കെ കണ്ടതും നമ്മളൊക്കെ വായിച്ചറിഞ്ഞതും ഈ മുസ്ലിങ്ങൾക്കിടയിലാണ്. മുസ്ലിങ്ങൾക്കിടയിൽ ശത്രുത ഇട്ടുകൊടുത്ത അള്ളാഹു ഏതാണ്? അവിടെ തീ കെടുത്താൻ എന്തേ ഈ അള്ളാഹു വരാതിരുന്നത്? മുസ്ലിങ്ങളോട് മാറ്റാരെങ്കിലും യുദ്ധത്തിന് പുറപ്പെടുകയാണെങ്കിൽ അവിടെ തീ കൊടുത്തും എന്നാണ് അള്ളാഹു ഇവിടെ വാഗ്ദാനം ചെയ്യുന്നത്. ആ വാഗ്ദാനം ഇസ്ലാമിൻ്റെ ചരിത്രത്തിലോ ഇന്ന് വരെയുള്ള ലോക ചരിത്രത്തിലോ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു തീ കെടുത്തൽ ഇപ്പോൾ നടക്കുന്നുണ്ടോ? 100 കൊല്ലത്തോളമായല്ലോ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം. അവിടെയൊക്കെ ജൂതന്മാരാണല്ലോ തീ കത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ജൂതന്മാരാണല്ലോ വിജയിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെയും അക്രമം ആദ്യം തുടങ്ങിയത് മുസ്ലിങ്ങളാണ്.
അതിൻ്റെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അവിടെ കുറച്ച് ഭൂമി വിലക്ക് വാങ്ങിയിട്ട് അവിടെ ചെറിയ രാജ്യം ഉണ്ടാക്കുക എന്ന ഉദ്ദേശമാണ് അവർ വരുമ്പോൾ ഉണ്ടായിരുന്നത് എന്നാണ് അവരുടെ ചരിത്രം പറയുന്നത്. പക്ഷേ അവരെ അതിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളഞ്ഞിട്ട് അറബ് രാജ്യങ്ങളാണ് അവരെ ആക്രമിക്കാൻ പോകുന്നത്. ആ ആക്രമത്തിൽ അറബ് രാജ്യങ്ങൾ പരാജയപ്പെടുകയാണ്. അന്ന് ഒരു പഞ്ചായത്തിനോളം വലിപ്പം മാത്രം ഉണ്ടായിരുന്ന ഇസ്രായേലിനെ തോൽപ്പിക്കാൻ ഈജിപ്തും ജോർദാനും സൗദി അറേബ്യ, ഇറാഖും, ഇറാനും, സിറിയ എല്ലാം കൂടിയ അറബ് രാജ്യങ്ങൾക്ക് സാധിച്ചില്ല. അള്ളാഹു സഹായിച്ചില്ല. അള്ളാഹു ജൂതന്മാരെ കൂടി. അള്ളാഹു ഇപ്പോഴും ജൂതന്മാരെ കൂടെയാണ്. 10,000-കണക്കിന് കുട്ടികളടക്കം ആ പലസ്തീനിൽ കൊല്ലപ്പെടുകയാണ്. അവിടെ തീ ബോംബുകൾ വന്നിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. തീ കെടുത്തുന്ന അള്ളാഹുവിനെ അവിടെ ഒന്നും കാണാനില്ല. അള്ളാഹു തീ കെടുത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഫയർഫോഴ്സും ഫയർ എഞ്ചിനും ആഫീസൊക്കെ പൂട്ടി അതെല്ലാം തുരുമ്പിടിച്ചു പോയി. അള്ളാഹുവിന് ഇപ്പോൾ അതിനൊന്നും കഴിയൂല. മുസ്ലിങ്ങൾ ലോകത്തെല്ലായിടത്തും ഇതുപോലെ തന്നെയാണ്. പരാജയം നേരിടുന്നു, അപമാനം നേരിടുന്നു, കൂട്ടക്കൊലയ്ക്ക് വിധേയരാകുന്നു. അവിടെയൊന്നും തീ കെടുത്തുന്ന അള്ളാഹുവിനെയും മറ്റവർക്കിടയിൽ ശത്രുത ഉണ്ടാക്കിക്കൊണ്ട് മുസ്ലിങ്ങളെ സഹായിക്കുന്നവരല്ലാഹുവിനെയും എവിടെയും നമ്മൾ കാണുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ കാണുമെന്ന പ്രതീക്ഷയിൽ ഇതൊക്കെ അള്ളാഹിൻ്റെ കഠിനമായ പരീക്ഷണമാണ് എന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞുകൂടുകയാണ് പാവം വിശ്വാസികൾ. അപ്പോൾ ഈ ഖുർആനിൽ എഴുതി വെച്ച ബഡായികൾക്കൊക്കെ പ്രായോഗിക ലോകത്ത് എന്ത് അർത്ഥമാണുള്ളത്, എന്ത് പ്രസക്തിയാണുള്ളത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇതിൽ എഴുതി വെച്ച ഏതെങ്കിലും ബഡായി നടപ്പിലായിട്ടുണ്ടോ? ഇതൊക്കെ പൊളിഞ്ഞുപോയ പ്രവചനങ്ങളല്ലേ? ഇതൊക്കെ പൊളിഞ്ഞുപോയ വാഗ്ദാനങ്ങളല്ലേ? നബി മരിച്ചു വീണ നിമിഷം മുതൽ മുസ്ലിങ്ങൾ തമ്മിലടിച്ചപ്പോൾ അവിടെ തീ കെടുത്താൻ എന്തേ അള്ളാഹുവിനെ കണ്ടില്ല? അവർക്കിടയിൽ, മുസ്ലിങ്ങൾക്കിടയിൽ ഇത്രയും കഠിനമായ ശത്രുത ഉണ്ടാക്കിയത് അള്ളാഹു ആണോ പിശാചാണോ? അവസാനം മുസ്ലിങ്ങളുടെ ആജന്മശത്രുവായിരുന്ന, പ്രവാചകൻ്റെ ശത്രുവായിരുന്ന അബൂ സുഫിയാൻ്റെ സന്തതികൾ ഇസ്ലാമിനെ കൈകാര്യം ചെയ്യുകയും ഇസ്ലാമിലെ ബഹുഭൂരിപക്ഷവും അവരുടെ പക്ഷമായി മാറുകയും ചെയ്തത് ആരുടെ സഹായം കൊണ്ടാണ്? സുന്നിയാണോ ഷിയാണോ യഥാർത്ഥ ഇസ്ലാം? നിങ്ങൾ ഇസ്ലാമിൻ്റെ ചരിത്രം എടുത്ത് നോക്ക്. ഈ സുന്നി എന്ന് പറയുന്നത് അബൂ സുഫിയാൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് വന്ന ഇസ്ലാമാണ്. പ്രവാചകനെ പറ്റിച്ച ഇസ്ലാമാണ്. അടുത്ത വാക്യത്തിൽ അതിൻ്റെ ചരിത്രം ഞാൻ പറയാൻ പോകുന്നുണ്ട്. അടുത്ത വാക്യത്തിൽ ഈ സുന്നികൾ കാണിച്ച തരികിട, ഈ ഖുർആൻ ക്രോഡീകരിച്ച സുന്നികൾ കാണിച്ച തരികിടയെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അലിയെക്കുറിച്ചുള്ള ആയത്തുകളാണ് ഈ അധ്യായത്തിൽ പല ആയത്തുകളും എന്നാണ് ഷിയാക്കളുടെ വെർഷൻ. ആ ആയത്തുകളെല്ലാം വ്യാഖ്യാനത്തിൽ മാത്രമല്ല, ആ ആയത്തുകൾ പലതരത്തിൽ ഈ ഖുർആൻ്റെ ക്രോഡീകരണത്തിൽ തന്നെ അനാവശ്യമായി തിരികെ ചേർക്കലുകളും ഒഴിവാക്കലുകളും ഒക്കെ നടത്തിക്കൊണ്ട് ഒരുപാട് തരികിടകൾ കാണിച്ചുകൊണ്ട് സുന്നി പക്ഷത്തിന് അനുകൂലമായ ഒരു ഖുർആൻ ഉണ്ടാക്കുകയാണ് ഖുർആൻ ഉണ്ടാക്കിയവർ ചെയ്തത് എന്ന് അടുത്ത വാക്യത്തിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം.